ഹലോ ഗൈസ്, വെൽക്കം ടു ദേവ്സ് വെൽ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2ൻ്റെ വയർലെസ് മൈക്രോഫോണാണ് നമ്മളിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നോയ്സ് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നമുക്ക് പല വീഡിയോകൾ എടുക്കുമ്പോഴും പല ആളുകൾ കൂടുതലുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഓൺ വോയിസ് കൊടുക്കാൻ പറ്റാതെ വരികയും ഭയങ്കര നോയ്സ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോൻ്റെ ഒറിജിനാലിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു മൈക്രോഫോൺ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ നമുക്ക് കിട്ടിയതാണിത്. അപ്പോൾ ഇത് തുറന്നു നോക്കാം, അതിലെന്തൊക്കെയുണ്ട്. ഇതൊരു കോംബോ ഓഫറായിട്ട് നമ്മൾ എടുത്തതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ മാനുവൽ ഉണ്ട്, നമുക്കത് മാറ്റി വെക്കാം. ഇതാ അടിപൊളി ഒരു ബോക്സാണ്. അതിനകത്താണ് നമ്മുടെ മൈക്രോഫോൺ ഉള്ളത്. ഇതാ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ചാർജിങ് പോർട്ട് ഇതാ ഇവിടെ ബാക്കിലായിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ 2 മൈക്രോഫോൺ ഉണ്ട്. അതിൻ്റെ കൂടെ ഉള്ളത് DSLRൻ്റെ റിസീവറാണ്. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്കിതാ അതിൻ്റെ കൂടെ തന്നെ കോംബോ ഓഫർ ആയതുകൊണ്ട് തന്നെ ഐഫോണിൻ്റെ ഒരു റിസീവറും അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ ഉണ്ട്. നമുക്ക് ആൻഡ്രോയിഡാണ് ആവശ്യം. അപ്പോൾ മൈക്രോഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാ നമ്മൾ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ബട്ടൺ മോഡലിലുള്ള മൈക്രോഫോണാണുള്ളത്. ഒരു നമ്മുടെ കാന്തം മാതിരി തന്നെ സെറ്റപ്പിലാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. ഇതിലൊരു ലൈറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. നമ്മളിത് ഫോണിൽ കണക്ട് ചെയ്യും. റിസീവർ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തതിന് ശേഷം ഇത് ഓൺ ആക്കുക. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുക. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിലുണ്ട് കേട്ടോ മഞ്ഞ ബട്ടൺ. അതുപോലെ തന്നെ ചാർജിങ് പോർട്ടൊക്കെ ഉണ്ട് ഇതിനകത്തും. ഫോണും അതിൻ്റെ കൂടെ തന്നെ ചാർജ് ആവും. എന്നിട്ട് നമ്മളിത് ഓൺ ആക്കുമ്പോൾ ഇതാ ബ്ലൂ കളറിലൊരു ലൈറ്റ് കാണണ്ടോ? ബ്ലൂ കളറിലുള്ള ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആക്കുമ്പോഴുള്ളതാണ് ഈ ബ്ലൂ കളർ. ഒന്നുകൂടി പ്രസ് ഈ മഞ്ഞ ലൈറ്റിൽ മഞ്ഞ ബട്ടണിൽ ഒന്നുകൂടി നിൽക്കുമ്പോൾ ദാ ഗ്രീൻ കളറിൽ കണ്ടോ, ഗ്രീൻ കളർ ബട്ടൺ തെളിയും. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓണായി എന്നാണ് അതിനർത്ഥം. അപ്പം നമുക്ക് ഇതിലും കാണിക്കും. ഇതിലും അതുപോലെ തന്നെ കണക്റ്റ് ആയത് ബട്ടൺ ലൈറ്റ് തെളിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 2 മൈക്രോഫോണും നമുക്ക് ഒരേ സമയം ഓണാക്കാനും സാധിക്കും. അതിനും നമുക്കിത് അറിയാൻ സാധിക്കും. ഇതിൽ ഈ ബട്ടൺ കണ്ടോ, 2 തെളിയുന്ന കണ്ടോ. അതുപോലെ തന്നെയാണ് ഈ ഒരു ഇതിൽ ചാർജിങ് ചെയ്യുമ്പോൾ എത്രത്തോളം ഇതിൽ ചാർജ് ഉണ്ടെന്ന് നമുക്ക് ഇതാ ഈ ഒരു ബട്ടൺ വഴി അറിയാൻ പറ്റും, ലൈറ്റ് വഴി. ഇതൊക്കെയാണ് ഇതിലെ സെറ്റിങ്സ്. അപ്പോൾ നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്യാനുണ്ട് എത്രത്തോളം ദൂരം നമുക്ക് ഇതിൻ്റെ ആ ഒരു പവർ കിട്ടും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്കിതൊന്ന് വെച്ചിട്ട് നമുക്ക് കുറച്ച് ദൂരം ഒന്ന് നടന്ന് സംസാരിച്ച് നോക്കാം. ഇതാ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ USB ടൈപ്പ് കേബിൾ കിട്ടിയിട്ടുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് DSLRലെ വോയിസ് കണക്ടർ, അതും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ക്ലിപ്പ് ഉണ്ട് നമ്മുടെ ഈ ഒരു മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോകുമെന്നുള്ള പേടിയുള്ളവർക്ക് ഡ്രസ്സിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. കൂടെ നമുക്കിതാ ഈ ഒരു മൈക്കിന് ഉള്ള പഫ് 2 എണ്ണം. ഇനി നമുക്കിതാ ഒരു മാല മാതിരി കഴുത്തിലിടാം. നമുക്ക് ആ ഒരു ക്ലിപ്പിൽ നിന്ന് പോകുമെന്നുള്ള പേടി വേണ്ട. അതും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്, കാന്താണ്. നമുക്ക് ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് സംസാരിക്കാം, കൂളായിട്ട് നിന്ന് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ആക്സസറീസ്. അപ്പോൾ ഇതാ നമ്മുടെ മൈക്രോഫോൺ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. റോഡ് സൈഡിലാണ് നമ്മൾ നിന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോയ്സ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എത്രത്തോളം നോയ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കിനി നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കി നോക്കാം. അതിനും ഈ യെല്ലോ ബട്ടൺ തന്നെയാണ് പ്രസ് ചെയ്യുന്നത്. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ദാ ഗ്രീൻ കളർ ലൈറ്റ് തെളിയും. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓണാണ്, അതായത് സറൗണ്ടിങ്ങിലെ നോയ്സുകളില്ല. നമുക്ക് നോക്കാം എത്രത്തോളം നോയ്സ് ഇല്ല എന്നുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രമേ എത്രത്തോളം നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടും ഓഫ് ആക്കിയിട്ടും എത്രത്തോളം മാറ്റം ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക എത്രത്തോളം ഇത് എഫക്റ്റീവ് ആണ് എന്നുള്ളത്. അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എത്ര റേഞ്ച് നമുക്ക് ഇത് മൈക്ക് എത്രത്തോളം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
അതും നമ്മൾ റോഡ് സൈഡിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എത്രത്തോളം പോകാൻ പറ്റുമെന്നുള്ളത്. നമുക്ക് എത്ര റേഞ്ച് വരെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എത്രത്തോളം നമുക്ക് നോയിസ് ഇതിൽ പിടിക്കുന്നുണ്ട് എന്നതും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് ആ റോഡ് സൈഡിൽ എത്തിയിട്ടുണ്ട്. നല്ല ലോങ്ങിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നോയിസ് ക്യാൻസലേഷൻ ഓണാണ്, ഗ്രീൻ കളറാണ്. അപ്പോൾ നമുക്ക് ഇതാണ് എത്രത്തോളം എഫക്റ്റീവ് ആവണമെന്ന് നമുക്ക് കണ്ടു നോക്കാം. ക്യാൻസലേഷൻ ഓൺ ആക്കിയപ്പോഴും ഓഫ് ആക്കിയപ്പോഴും നല്ലപോലെ ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ച് എത്രത്തോളം ഉണ്ടെന്നും കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടല്ലോ ഞാൻ എത്രത്തോളം ഡിസ്റ്റൻസ് പോയി. ആ ഒരു റേഞ്ചിൽ ഒരു 80 മീറ്ററോളം നമ്മൾ പോയിട്ടുണ്ട്. എന്നിട്ടും നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ, കുറച്ച് നോയ്സ് പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും വോയിസ് നല്ല രീതിയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഞാനത് ആ ഒരു നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കി വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തോന്നി. നമുക്ക് ഇത്രയും നല്ല രീതിയിൽ വോയിസ് ക്ലാരിറ്റി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ അതെല്ലാം പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2 നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. എന്തായാലും നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.